കാസർഗോഡ് മാധ്യമപ്രവർത്തകരെ UDF പ്രവർത്തകർ ആക്രമിച്ചു എന്ന വാർത്ത. കള്ളവോട്ട് ആരോപണം നടന്ന സ്കൂളിലാണ് ഈ ആക്രമണം ഉണ്ടായത്. സാരംഗ് സുരേഷ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സാരംഗ്, എന്താണ് ഈ സംഭവം? ആര്യ, ഇന്ന് വൈകിട്ട് സമയം മുൻപാണ് LDFന്റെ ജില്ലാ കമ്മിറ്റി ചെർക്കള ഹയർ സെക്കൻഡറി സ്കൂളിൽ വ്യാപകമായി കള്ളവോട്ട് നടന്നു എന്നുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നത്. ഇതേ തുടർന്ന് ജില്ലാ ഭരണാധികാരിക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് മാതൃഭൂമി അടക്കമുള്ള വിവിധ മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായി സ്കൂളിലേക്ക് എത്തിയത്. ഈ സമയത്ത് തന്നെ സ്കൂളിനകത്ത് ചില ബൂത്തിനകത്ത് LDF ബൂത്ത് ഏജന്റുമാരെ UDF പ്രവർത്തകർ വ്യാപകമായി പുറത്തേക്ക് തള്ളിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ദൃശ്യങ്ങൾ പകർത്താനെത്തുന്നതിനിടയിലാണ് ഇത്തരത്തിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെ ഗുരുതരമായിട്ടുള്ള തോതിൽ പരിക്കേൽപ്പിക്കുന്ന ഒരു അവസ്ഥയുണ്ടായത്. എനിക്കും മാതൃഭൂമി പത്രത്തിന്റെ ലേഖകൻ പ്രദീപിനും നേരെ കയ്യേറ്റ ശ്രമങ്ങളുണ്ടായി. കൈരളി TV റിപ്പോർട്ടറിനും ക്യാമറമാനുമെതിരെ അവരുടെ ക്യാമറയും മൈക്കും വരെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു അനുഭവം അവർക്ക് അവിടെ ദുരനുഭവം നേരിടേണ്ടി വന്നു. പോലീസുകാരുടെ കൃത്യമായ സംയോജിതമായ ഒരു ഇടപെടൽ ഉണ്ടായതിനെ തുടർന്നാണ് ഇത്തരത്തിൽ കൂടുതൽ അനിഷ്ട സംഭവങ്ങളിലേക്ക് പോകാതിരുന്നത്. ആര്യ, അല്ല സാരംഗ്, അവിടെ ഇപ്പോൾ LDF ബൂത്ത് ഏജന്റുമാർ ഇല്ലേ? ബൂത്ത് ഏജന്റുമാർക്ക് ബൂത്തിലിരിക്കാൻ കഴിയുന്ന സാഹചര്യമില്ലേ? ചെർക്കള പാരമ്പര്യമായ ഒരു മുസ്ലിം ലീഗ് കേന്ദ്രമാണ്. ഇന്ന് ഇലക്ഷൻ തുടങ്ങിയ സമയം തൊട്ട് തന്നെ ഇത്തരത്തിൽ വ്യാപകമായി കള്ളവോട്ട് ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ടായിരുന്നു. ഈ സമയത്താണ് തൊട്ട് മുൻപായിട്ടാണ് ഒരു ബൂത്തിൽ നിന്ന് LDF ബൂത്ത് ഏജന്റിനെ പുറത്തേക്ക് UDF പ്രവർത്തകർ ബലം പ്രയോഗിച്ച് ഇറക്കി വരുന്നൊരു സാഹചര്യമുള്ളത്. ഇവിടെ ഒട്ടുമിക്ക ബൂത്തുകളിലൊന്നും തന്നെ LDF BJP ബൂത്ത് ഏജന്റുമാരുടെ സാന്നിധ്യം തീരെ കാണാനില്ല. അവിടെ വെബ്കാസ്റ്റിംഗ് അടക്കമുള്ള കാര്യങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സാധാരണ പ്രശ്നബാധിത ബൂത്തുകളിൽ വളരെ ശക്തമായ നിരീക്ഷണ സംവിധാനം, ക്യാമറ നിരീക്ഷണം ഉറപ്പുവരുത്താറുണ്ട്. അപ്പോൾ കള്ളവോട്ട് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ്. ഇത് പഴയ കാലത്തെ ബൂത്ത് ക്യാപ്ചറിംഗ് പോലത്തെ ഒരു സംഭവ വികാസമാണല്ലോ. അവിടെ പൂർണ്ണമായും ഇത് ദൃശ്യങ്ങൾ പകർത്തുന്നുണ്ടോ? തീർച്ചയായും വെബ്കാസ്റ്റിംഗ് സംവിധാനമുണ്ട്. നേരത്തെ തന്നെ പരാതി ഉയർന്നതിന്റെ പശ്ചാത്തലത്തിൽ ജില്ലാ കളക്ടർ കൂടിയായിട്ടുള്ള മുഖ്യ ഭരണാധികാരി K ഇമ്പശേഖർ ഈ സ്കൂളിനകത്തെ മുഴുവൻ വെബ്കാസ്റ്റിംഗ് സംവിധാനങ്ങൾ പരിശോധിക്കുമെന്നും ഇതേ തുടർന്ന് കേസെടുക്കുമെന്നും മുൻകൂട്ടി തന്നെ ഉത്തരവിറക്കിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അതാണ് കാസർഗോഡ് സംഭവിക്കുന്നത്. 1 മണിക്കൂറും 16 മിനിറ്റുമാണ് ഇനി ബാക്കിയുള്ളത്. ഏറ്റവും അവസാനത്തെ കണക്ക് നമുക്ക് വന്നത് 4:15-നാണ്. ഇപ്പോൾ 4:45 ആകുന്നു. അപ്പോൾ എന്തായാലും ഒരു അപ്ഡേഷൻ ഉടനെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വലിയ കുതിച്ചുചാട്ടം ഉണ്ടായാൽ മാത്രമേ കഴിഞ്ഞ തവണത്തേതിന് മുകളിൽ പോവുള്ളൂ. ഇപ്പോഴത്തെ കണക്കനുസരിച്ചാണെങ്കിൽ ഇനി ഒരു 1.25 മണിക്കൂറിനിടയ്ക്ക് ഏകദേശം ഒരു 19% പോളിംഗ് പെർസെന്റേജ് കൂടിയാൽ മാത്രമേ 58 നിന്ന് 77 കടക്കാൻ പറ്റുള്ളൂ.